ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജു സിഷോയ്. അപ്പോൾ എന്നെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യണതാണ്. എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാലറിയാം പെഡൽ പമ്പിങ് വേണം, അതായത് ഷോർട്ടായിട്ടുള്ള റേഞ്ചിൽ പെഡൽ പമ്പിങ്ങിൻ്റെ വീഡിയോ കാർ ഓടിക്കുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണോ ആ വീഡിയോ ചെയ്യണം, അങ്ങനെ ഉദ്ദേശിക്കുന്നതാണോ എന്നറിയില്ല, ഞാൻ ചെയ്യാം. അപ്പം ഞാൻ നമ്മൾ 2 ക്യാമറ വെച്ച് ഒരെണ്ണം റോഡും ഒരെണ്ണം ഞാൻ പെഡൽ പമ്പ് ചെയ്യണതും കാട്ടാം. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ എടുക്കുക. ഞാൻ ഫസ്റ്റ് ഗിയർ ഇട്ടു, ക്ലച്ച് പയ്യെ റിലീസ് ചെയ്തു, ഇത്തിരി എടുത്ത് കാട്ടിക്കോ, റിലീസ് ചെയ്തു, പയ്യെ ആക്സിലേറ്റർ എടുത്തു, വണ്ടി മൂവായി. പിന്നെ ക്ലച്ച് ഫുൾ ചവിട്ടി, സെക്കൻഡ് ഇട്ടു, ക്ലച്ച് റിലീസ് ചെയ്തു, കാണാൻ പറ്റണില്ല. പിന്നെ ക്ലച്ച് ചവിട്ടി തേർഡിലോട്ട് ആക്കി. അത് വേണ്ട, അത് മതി. ക്ലച്ച് ചവിട്ടി ഫോർത്തിലോട്ട് ഇട്ടു, ആക്സിലേറ്റർ കൊടുക്കാണ്. ഇപ്പൊ ഒരു കുഞ്ഞു വളവൊക്കെ വരുമ്പേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പയ്യെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണുള്ളൂ, ബ്രേക്ക് ഒന്നും ചവിട്ടേണ്ട ആവശ്യമേ വരണില്ല. പയ്യെ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയിക്കോളും. ഇപ്പൊ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് അധികം വണ്ടികളൊന്നും നമുക്ക് റോട്ടിലില്ല. നമ്മളൊരു വർക്കിന് വേണ്ടി പോയതാണ്, അല്ലാതെ നമ്മൾ വെറുതെ കറങ്ങി നടക്കുന്നതല്ല കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് എടുക്കണതാണ്. ഇത് സ്ട്രെയിറ്റ് റോഡാണ്, നമ്മൾ വെറുതെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ട് ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഗിയർ ഇടണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനും കൂടി ഒരു ഫോൺ ഉണ്ടായില്ല. അപ്പം എനിക്ക് വീഡിയോ എടുത്ത് തന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ണിയമ്മയാണ്. സത്യം പറഞ്ഞ് ഇപ്പോഴൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കാൻ ഏറ്റവും അടിപൊളി സമയമാണ്. കാരണം റോട്ടിലും മറ്റൊക്കെ ഒറ്റ വണ്ടിയില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഓടിച്ചു പോവാം. അങ്ങനെ പറഞ്ഞാൽ ആരും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങണ്ട കേട്ടോ, പോലീസുകാർ നല്ല ഫൈനാണ് ഇടുന്നത്. ഞങ്ങൾ സിവിൽ ഡിഫൻസിൻ്റെ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പം അനിയത്തി ഉണ്ടായി വണ്ടിയിൽ, അതുകൊണ്ട് വീഡിയോ എടുക്കണതാണ്. ഇത്രമേൽ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണേ. ഇതൊക്കെ ഒരു കുഞ്ഞു വളവാണ്, അതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ആക്സിലേറ്റർ കുറച്ച് കൊടുത്താൽ മതി, അല്ലാണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. എനിക്ക് ഇതിലൊക്കെ റോഡല്ലേ. ഇതിപ്പോ ഇത്തിരി വലിയ വളവാണ്. നമ്മൾ ഹോൺ അടിച്ചു, പയ്യെ ആക്സിലേറ്ററിന് കാലെടുത്തു കൊടുത്തു. ഇനി നമുക്കിവിടെ റൈറ്റ് തിരിയണം, അതിന് ഞാൻ ഇൻഡിക്കേറ്റർ എടുത്തു, തേർഡിലോട്ടാക്കി, ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് കാലെടുത്തു, ഒന്നും കൂടി ക്ലച്ച് ചവിട്ടി സെക്കൻഡിലോട്ടാക്കി വളയ്ക്കണു. സെക്കൻഡിലോട്ടാക്കിയതിന് ശേഷം ആട്ടോ നമ്മളവിടെ വളച്ചത്. നമ്മൾ ആ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഒരേ സമയത്ത് ചെയ്യേണ്ടതാണ്. നമ്മൾ ഒന്ന് വണ്ടി ഡൗൺ ആക്കാതെ, ഫോർത്തിൽ പോണ വണ്ടി ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടി തേർഡിലിട്ട് ക്ലച്ചിൽ നിന്ന് പയ്യെ കാലിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ വണ്ടി സ്ലോ ആയിക്കോളും. നമ്മുടെ റോഡിൻ്റെ വീഡിയോ സ്റ്റോപ്പായിപ്പോയി. അതെന്ത് പറ്റിയെന്നറിയില്ല, സ്റ്റോപ്പായത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞ് പിന്നെയാണ് ശ്രദ്ധിക്കണത്, അത് കഴിഞ്ഞ് പിന്നെയാണ് ഓണാക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ റോഡാണ്. അപ്പോൾ വേറെ വണ്ടികളൊക്കെ വരുമ്പോൾ ഒതുക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റോഡും കൂടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ഈ പെഡൽ പമ്പിങ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്യണതാണ്. ഈ വളവും കയറ്റവും എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. നമ്മളിതൊരു ഇറക്കാണ്, അതുകൂടി ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു ഇറക്കാണ്. നമ്മൾ ഈ ഇറക്കത്തിൽ വണ്ടി എടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വീണ്ടും ഫസ്റ്റിലോട്ട്, വണ്ടി സ്റ്റോപ്പായി ഫസ്റ്റിലോട്ടേക്ക് ഇട്ടു. എന്റെ 2 കാലും കിട്ടണില്ല, ഫസ്റ്റിലോട്ട് ഇട്ടു. ഇനി ഇതൊരു നല്ലൊരു കുത്തനെയുള്ള ഇറക്കാണ്. അവിടുന്ന് ഈ വണ്ടി ഇറക്കല്ല, കയറ്റാണ്, കുത്തനെയുള്ള കയറ്റാണ്. അപ്പൊ ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ വണ്ടി ഫസ്റ്റിലോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലച്ച് പകുതിയിൽ ക്ലച്ച് നിർത്താണ്, പകുതി ക്ലച്ച് റിലീസ് ചെയ്യാണ്. അതുകഴിഞ്ഞ് ഞാൻ പയ്യെ കാലെടുത്ത് നോക്കുക. അപ്പൊ വണ്ടി ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി പിന്നോട്ട് പോവാണ്. കുറച്ചും കൂടി ഞാൻ ക്ലച്ച് കൊടുത്തിട്ട്
ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോ ഇപ്പൊ വണ്ടി സ്റ്റേഷനറി ആണ്. അതായത് ഇപ്പൊ വണ്ടി മൂവ് ആവണില്ല. ഈ ഇറക്കത്തില് വണ്ടി മൂവ് ആവാണ്ട് ക്ലച്ചിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. കാരണം അത്രയും ക്ലച്ചിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി മൂവ് ആവണില്ല. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ കാലെടുക്കാവൂ. അല്ലാതെ നമ്മൾ ഒറ്റ എടുക്കല് ബ്രേക്കിൽ നിന്ന് എടുത്തിട്ട് ഒറ്റ ആക്സിലേറ്റർ കൊടുക്കല്ല ചെയ്യണേ. നമ്മൾ ഇറക്കത്തിലൊക്കെ വണ്ടി എടുക്കുമ്പോ വെച്ചാൽ വണ്ടി നമ്മൾ ക്ലച്ചിൽ നിർത്താം. അതായത് ഗിയറിൽ ഇട്ടിട്ട് ക്ലച്ചിൽ നിർത്തി ബ്രേക്കിൽ നിന്ന് നമ്മുടെ കാല് റിലീസ് ചെയ്യാം. ഇത് നല്ലപോലെയുള്ള ഇറക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ വണ്ടി സ്മൂത്ത് ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. അപ്പൊ ഒരുപാട് ആൾക്കാർ തെറ്റ് ചെയ്യണതാണത്. അതായത് ഒറ്റ കാലെടുത്തിട്ട് ഒറ്റ ചവിട്ടിലോട്ടുമ്പോ ഒറ്റ ഒരു കുതിക്കലും അല്ലെങ്കിൽ ഒന്നും ബാക്കിലോട്ട് പോകും. അപ്പൊ നമ്മളൊന്ന് പേടിക്കും. അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മളെല്ലാ വീഡിയോ പയ്യെ സ്റ്റോപ്പായി. നമ്മൾ എല്ലാ വളവിലും നല്ലപോലെ ഹോൺ അടിച്ച് വേണം പോവാൻ. ഇപ്പൊ തിരക്കില്ലാന്ന് വിചാരിച്ച് പായരുത്. കാരണം തിരക്കില്ലാന്ന് വിചാരിച്ച് എല്ലാ വണ്ടിക്കാരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാടാണ്. ഇപ്പൊ ഒരു നല്ല വളവാണ്. നമ്മൾ സെക്കൻഡിലേക്ക് ആക്കിയിട്ടാണ് എടുക്കണേ. നമ്മൾ വണ്ടി സ്ലോ ചെയ്യുമ്പോൾ എപ്പോഴും ബ്രേക്ക് ചവിട്ടി സ്ലോ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഇതൊരു വളവാണ്. വണ്ടി സെക്കൻഡിൽ തന്നെയാണ് കിടക്കണേ. ഞാൻ ഹോൺ അടിച്ചു, പയ്യെ ബ്രേക്ക് ചവിട്ടി വളയ്ക്കാണ്. ക്ലച്ച് കൊടുക്കേണ്ട ആവശ്യം വരണില്ല. ഇപ്പൊ നമ്മൾ ബ്രേക്ക് അടിച്ചു, പക്ഷെ ഫ്രണ്ടിൽ വന്ന ആള് നമ്മൾ ഹോൺ അടിച്ചു, പക്ഷെ ഫ്രണ്ടിൽ വന്ന ആള് ഹോൺ അടിക്കണില്ല. അപ്പൊ നമ്മള് വണ്ടി ഓടിക്കുമ്പോ നമ്മുടേതായ മര്യാദയിൽ വേണം വണ്ടി ഓടിക്കാൻ. നന്നായിട്ട് ഹോൺ അടിക്കുക. അങ്ങനെ അല്ലാണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളവുള്ളതുകൊണ്ട് സെക്കൻഡിൽ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണത്. ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് പയ്യെ ആക്സിലേറ്റർ കൊടുത്താണ് ഓടിക്കണത്. ഇതും നല്ലൊരു വളവാണ്. നമ്മൾ ഹോൺ അടിച്ചു. ഇപ്പൊ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സെക്കൻഡിലാണ് വണ്ടി കിടക്കണത്. നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ നിർത്തണം. അപ്പൊ ഞാൻ റൈറ്റ് ഇട്ട് വണ്ടി എടുത്ത് ബ്രേക്ക് പിടിച്ചു. നമ്മൾ വണ്ടി സ്ലോ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലച്ചും കൂടി അമർത്തി ഫുൾ ക്ലച്ച് അമർത്തിയാണ് വണ്ടി സ്റ്റോപ്പായത്. അതിനുശേഷം വണ്ടി ന്യൂട്രലാക്കിയതിന് ശേഷമാണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കമന്റ് ബോക്സ് കണ്ടാൽ അറിയാം, ബാനു എന്ന് പറഞ്ഞൊരു കുട്ടിയും 2-3 പേരും എപ്പോഴും വന്ന് കമന്റ് ചെയ്യണതാണ് പെഡൽ പമ്പിങ്ങിന്റെ വീഡിയോ ഇടാൻ പറഞ്ഞ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അടുത്തടുത്ത നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.